ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബൾബിൻ്റെ ഹിസ്റ്ററി കുറിച്ചാണ്. അതെ, 1879 തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച ഇലക്ട്രിക് ബൾബ് ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. എങ്ങനെയെന്നറിയണ്ടേ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് മനുഷ്യൻ കൂടുതൽ അറിയാൻ തുടങ്ങുന്ന കാലഘട്ടം, അതിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പവർ സോഴ്സായി നാം യൂസ് ചെയ്തിരുന്നത് ബാറ്ററീസാണ്. ഹാംഫ്രി ഡേവി, അദ്ദേഹമാണ് ഇലക്ട്രിക് ആർക്ക് ലാമ്പിൻ്റെയും പിതാവ്. ഇലക്ട്രിസിറ്റിയെ തൻ്റെ ബാറ്ററിയിൽ നിന്നും കാർബണിലേക്ക് കണക്ട് ചെയ്ത് പ്രകാശം സൃഷ്ടിക്കുന്ന ഒരു മെത്തേഡായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമ്മുടെ ഇലക്ട്രിക് ആർക്ക് ലാമ്പ് മാക്സിമം എമൗണ്ട് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുണ്ടെങ്കിലും ഇതിന് ഹൈ എനർജി ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇത് ബുദ്ധിമുട്ടായിരുന്നു. ആൾസോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. നമ്മുടെ എഡിസൺ ഇൻകാൻഡസൻ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഏർലി ഇൻകാൻഡസൻ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് വാരൻ ഡിലേറോ. കോയിൽഡ് പ്ലാറ്റിനം ആയിരുന്നു അദ്ദേഹം ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് മെയിൻലി ഈ പ്ലാറ്റിനം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കത്തി നശിക്കുകയും ചെയ്യും. സോ ഈ കാലഘട്ടത്തിൽ മെയിൻലി വലിയൊരു പ്രശ്നമായി നിന്നിരുന്നത് നമ്മുടെ വാക്യൂം പമ്പായിരുന്നു. ബിക്കോസ് കാർബൺ ഓക്സിഡൈസ് ചെയ്യുന്നതിൽ നിന്നും ബേൺ ഔട്ട് ആവുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്ലാറ്റിനം വയർ ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് ഈ പ്രോപ്പർ വാക്യൂം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഹെർമൻ സ്പ്രെംഗ്ലർ ഒരു മെർക്കൂറിയർ എയർ പമ്പ് കണ്ടുപിടിക്കുന്നത്. ഇത് ബൾബിൽ നിന്ന് എയറിനെ എഫിഷ്യൻ്റായി റിമൂവ് ചെയ്യാൻ സഹായിച്ചു. 1860 1870 കാലഘട്ടത്തിൽ ജോസഫ് സാൻ എന്ന സയൻറ്റിസ്റ്റ് കാർബൺ ഫിലമെൻ്റ് വെച്ചുകൊണ്ട് ഇൻകാൻഡസൻ ബൾബ് ഡെവലപ്പ് ചെയ്യുകയും 1878 ബ്രിട്ടീഷ് പാറ്റന്റ് എടുക്കുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ എഡിസൺ പ്ലാറ്റിനം ഫിലമെൻറ്റിലായിരുന്നു ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. മിസ്റ്റർ ജോർജ് വെസ്റ്റിംഗ് ഹൗസ്, അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി ഈ ഇലക്ട്രിക്കൽ ഡിവൈസും ഐറ്റംസൊക്കെ സെല്ല് ചെയ്യുക കാര്യങ്ങളായിരുന്നു. സോ ഇത് നമ്മളുടെ എഡിസൺ അത്ര ഇഷ്ടമായിരുന്നില്ല. മിസ്റ്റർ ജോർജ് വെസ്റ്റിംഗ് ഹൗസിൻ്റെ കൂടെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു, നിക്കോള ടെസ്ല. ഇതിനെ ഒരു വാർ ഓഫ് കറണ്ട് എന്ന് വരെ അന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് എഡിസൺ മെയിൻലി DC കറണ്ടിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ടെസ്ലയും വെസ്റ്റിങ്ങും ചേർന്ന് AC കറണ്ടിലായിരുന്നു ജനറേഷനും ട്രാൻസ്മിഷനും എല്ലാത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇങ്ങനെയിരിക്കെ എഡിസൺ സ്വാനുമായി ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. എഡിസ്വാൻ എന്നായിരുന്നു ഈ കമ്പനിയുടെ നാമം. അതായത് എഡിസൺ പഴയ ഡിസൈനിൽ നിന്ന് പുതിയ ഡിസൈനിലോട്ട് ഇൻകാൻഡസൻ ബൾബിനെ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഇറ്റ്സ് പ്രാക്ടിക്കലി പോസിബിൾ, ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ക്യാൻ ബി കൊമേഴ്ഷ്യലൈസ്. നമുക്കിത് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എഡിസൺ ഈ ഇൻകാൻഡസൻ ബൾബിനെ ഡെവലപ്പ് ചെയ്തു. അതായത് ആദ്യം നമ്മളുടെ സ്വാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതത്രയ്ക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ എഡിസൺ ആകട്ടെ അതിനെ ഒരു പുതിയ ഡിസൈനിലായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഈ കാർബൺ ഫിലമെൻ്റ് ഇൻ വാക്യൂം എന്ന ഡിസൈനിൽ US പാറ്റന്റ് എടുക്കുകയും ചെയ്തു. ഇതിനു ശേഷം വന്ന കണ്ടുപിടുത്തമായിരുന്നു ഫ്ലൂറസൻ ലൈറ്റ്. അതായത് ഇലക്ട്രിക് കറണ്ടിനെ ഗ്യാസിലൂടെ കടത്തിവിട്ട് ഒരു നിയോൺ ലൈറ്റ് പോലുള്ള പ്രകാശത്തെ ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഡിസൈൻ. ഇത് സ്ട്രോങ്ലി കളേർഡ് ലൈറ്റാണ്. കാണാൻ കഴിയാത്ത UV ലൈറ്റ്സ് ആയിട്ടായിരുന്നു എനർജി എമിറ്റ് ചെയ്തിരുന്നത്. അത് ഒട്ടും യൂസ്ഫുൾ ആയിരുന്നില്ല. സോ അതിലോട്ട് പിന്നീട് ഒരു അപ്ഡേറ്റ് കൂടി വന്നു. അതായത് ഫോസ്ഫറസ് കോട്ടിംഗ്. ബൾബിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു? ഈ ഫോസ്ഫറസ് കോട്ടിംഗ് ആഡ് ചെയ്തു. സോ ഇത് ഇൻവിസിബിൾ UV ലൈറ്റിനെ വിസിബിൾ UV ലൈറ്റ്സിലേക്ക് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. സോ നമ്മുടെ മോഡേൺ ഫ്ലൂറസൻ ലൈറ്റിൻ്റെ ഉത്ഭവം. പിന്നീട് വീടുകളിലും ഓഫീസുകളിലും നമ്മൾ എന്ത് ചെയ്തു? ഈ ഫ്ലൂറസൻ ലൈറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്ത് തുടങ്ങി. 1940s 1950s എല്ലാം ഈ ഫ്ലൂറസൻ ലൈറ്റിൻ്റെ കാലമായിരുന്നു. അതിനുശേഷം 1976 ആര് വന്നു? കോമ്പാക്ട് ഫ്ലൂറസൻ ലൈറ്റ്. ഫ്ലൂറസൻ ട്യൂബിനെ ട്വിസ്റ്റ് ചെയ്ത് ഇൻകാൻഡസൻ്റെ സൈസിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ബട്ട് ദി മെയിൻ ഡ്രോബാക്ക് ഓഫ് കോമ്പാക്ട് ഫ്ലൂറസൻ ലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളർ പ്രൊഡക്ഷൻ കുറവാണ്. അതുപോലെ തന്നെ
നമ്മുടെ ഇൻകാൻഡസിനെ അപേക്ഷിച്ചിട്ട് 10 ടൈംസ് ഇത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഈ 10 ടൈംസ് എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ആൾക്കാർ ഇത് മേടിക്കണോ വേണ്ടയോ? കാരണം കുറഞ്ഞ ചിലവിലൂടെ ഇൻകാൻഡസൻ കിട്ടുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഫ്ലൂറസൻ നമ്മൾ ചൂസ് ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ വിചാരിച്ച ക്വസ്റ്റ്യൻ അല്ലേ. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഹൈ എനർജിയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ടെക്നോളജിക്കൊക്കെ അപ്പുറം പിന്നീടൊരു ടെക്നോളജിയും കൂടി വന്നു. യെസ്, ഇറ്റ്സ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ടൈപ്പ് ലൈറ്റാണ്. അന്ന് 2014 ഒരു 3 പേർ നോബൽ പ്രൈസിന് അർഹരായി. ഇസാമു അക്കാസാക്കി, ഹിരോഷി യമാനോ ആൻഡ് ഷുജി നാക്കുറ. ഫിസിക്സിൽ തന്നെ നടത്തിയൊരു വലിയ കണ്ടുപിടുത്തം. യെസ്, എഫിഷ്യൻ ബ്ലൂ LED. ഈ എഫിഷ്യൻ ബ്ലൂ LEDയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോസ്ഫറസ് കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. സോ ഈ ഫോസ്ഫറസ് ആഡ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഫോസ്ഫറസ് ആഡിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ബ്ലൂവിനെ വൈറ്റ് ലൈറ്റിലോട്ട് കൺവേർഷൻ നടക്കുന്നത്. സോ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി റോബസ്റ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്, ലോങ് ലൈഫ് സ്പാൻ എല്ലാതും എന്തുണ്ട് നമ്മുടെ ഈ LED ഉണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ LED കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു 2015 ആയപ്പോഴേക്കും ഹൈ ക്വാളിറ്റി LEDs വന്നു. ഈ ഹൈ ക്വാളിറ്റി LEDസിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലൈറ്റ്സിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ്സിന് ഭയങ്കര ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതൊരുപാട് കാലങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ലൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഭയങ്കര കുറവാണ്. അതുമല്ല, പിന്നത്തെ മെയിൻ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഇൻറ്റഗ്രേഷനൊക്കെ ഇതിൽ പോസിബിളാണ്. ബാക്കിയുള്ള ലൈറ്റ്സ് പോലെയല്ല. കാരണം പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടിരിക്കുകയാണ്. സോ സ്മാർട്ട് ലൈറ്റ്സ് അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, LEDസിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ദി ബേസിക് ഹിസ്റ്ററി ഓഫ് ലൈറ്റ്സ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ലെങ്കിലും എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ.